ഹായ് ഫ്രണ്ട്സ്, റോയൽ ഡ്രീം ഗ്യാരേജ് ടിപ്സ് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അവിടെ വിളിച്ചാൽ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് 500 cc ആണ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഓയിൽ ലീക്കായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഓയിൽ ലീക്ക് ആകുന്നതെന്നും എന്തുകൊണ്ടാണ് ഓയിൽ ലീക്ക് വന്നതെന്നും ഇതെങ്ങനെ മാറ്റാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇത് തണ്ടർബേർഡ് 500 cc ആണ്. ഇത് നമ്മുടെ അടുത്ത് ഓയിൽ ലീക്കായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ നിന്നാണ് ഓയിൽ കാണുന്നത്. അപ്പം അവിടെ രണ്ട് ഓയിൽ സീൽ വരുന്നുണ്ട്. ഒന്ന് കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും അതേപോലെ തന്നെ അവിടെ സോക്കറ്റിൻ്റെ ഒരു ഓയിൽ സീലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓയിൽ സീലാണ് പോയിരിക്കുന്നത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ അറച്ച് സൈഡ് കവർ നമ്മൾ അഴിച്ചെടുക്കണം. അതേപോലെ തന്നെ ഇതിൽ നമ്മളിപ്പോൾ അവിടെ ഓയിൽ ലീക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ചെയിനിൽ ലൂബ് ഇട്ട് കൊടുക്കും, അതേപോലെ തന്നെ ചിലർ ഓയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതവിടെ വന്ന് കിടക്കുന്നതെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷേ ഇതിപ്പം നല്ല രീതിക്ക് അവിടെ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ ആണോ അതേപോലെ തന്നെ സോക്കറ്റിൻ്റെ ആണോ ഓയിൽ സീൽ പോയിരിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കവർ അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ കവർ അഴിച്ചെടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ആർച്ച് സൈഡ് കവർ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആർച്ച് സൈഡ് കവർ അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓയിൽ പമ്പിൻ്റെ ഓറിങ് കൃത്യമായിട്ട് എടുത്ത് മാറ്റി വെക്കണം. അതേപോലെ അത് തിരിച്ച് വെക്കുന്ന സമയത്തും ആ ഓറിങ് അവിടെ വെച്ച് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ശരിക്കും പമ്പാവാതെ വരും. ഇതിപ്പോൾ നമ്മൾ കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ കാണുന്നില്ലേ, ശരിക്കും അവിടെ നല്ല രീതിക്ക് ഓയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് സോക്കറ്റിൻ്റെ അവിടെ നിന്ന് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെയാണ് ശരിക്കും അത് കാണുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് ആ സോക്കറ്റിൻ്റെ ഓയിൽ സീൽ പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സോക്കറ്റും അഴിച്ചെടുക്കണം. അതേപോലെ തന്നെ ആ ചെയിനും അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ സോക്കറ്റ് അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മളതിൻ്റെ സോക്കറ്റിൻ്റെ നട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോക്ക് നമ്മൾ ഊരിയെടുത്ത് ഇനിയിപ്പോൾ സോക്കറ്റ് നമുക്ക് പുറത്തേക്ക് ഊരിയെടുക്കണം. പക്ഷേ ഇത് തണ്ടർബേർഡ് 500 cc ആണ്. അപ്പോൾ 500 cc നമ്മളെ ഫ്രണ്ട് സോക്കറ്റ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ടീത്ത് 18 ടീത്താണ് വരുന്നത്. അപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് ഇപ്പോൾ 16 ടീത്തിൻ്റെയാണ്. 16 ടീത്ത് നമുക്ക് ക്ലാസിക് 350-ലൊക്കെയാണ് 16 ടീത്ത് വരുന്നത്. അപ്പോൾ ഈ 16 ടീത്ത് ഇടുമ്പോൾ നമുക്ക് ഈ 500 cc പെർഫോമൻസ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ മാറിയപ്പോഴത്തേക്ക് ഇതിൽ 16 ടീത്താണ് അവരിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ചെയിൻ സോക്കറ്റൊക്കെ മാറുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് നോക്കണം. നിങ്ങളുടെ വണ്ടിയിൽ ഏത് ചെയിൻ സോക്കറ്റാണ് ഇടുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 16 ടീത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ 500ൻ്റെ പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളതിൻ്റെ സോക്കറ്റെല്ലാം ഊരിയെടുത്ത് അപ്പോൾ നമുക്ക് ഓയിൽ എവിടെ നിന്നാണ് ലീക്ക് ആവുന്നത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് അവിടെ കിക്കർ ഷാഫ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഓയിൽ ലീക്ക് ആവുന്നത്. മേളിൽ നിന്നാണെങ്കിൽ മേളിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ കിക്കർ ഷാഫ്റ്റിൻ്റെയാണ് പോയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓയിൽ സീൽ മാറുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് ഓയിൽ സീലും മാറിയേക്കണം. അതായത് സോക്കറ്റിൻ്റെ ഓയിൽ സീലും അതേപോലെ തന്നെ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും മാറിയേക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ കിക്കർ ഷാഫ്റ്റിന് മാത്രമേ മാറുന്നുള്ളൂ. കാര്യം നമ്മളിപ്പോൾ അതിൻ്റെ സോക്കറ്റിൻ്റെ ഓയിൽ സീൽ ഇരിപ്പില്ല. പക്ഷേ ഇപ്പം സോക്കറ്റിൻ്റെ ഓയിൽ സീൽ ഇതിൽ കുഴപ്പമില്ല. എങ്കിലും നമ്മൾ അഴിക്കുന്ന സമയത്ത് അത് മാറുന്നതാണ് എപ്പോഴും ബെറ്റർ.
ഞാനിപ്പോൾ അതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ മാത്രമാണ് മാറുന്നത്. നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ നമുക്ക് മാറ്റി പുതിയതിടാം. അപ്പോൾ നമ്മളത് നല്ലപോലെ അവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ പുറത്തേക്ക് ഊരിയെടുക്കണം. ഊരിയെടുക്കാനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിൽ ഇങ്ങനെ പുറത്തേക്ക് തിക്കിയാൽ മതി. അത് പുറത്തേക്ക് ഊരി വരും. ഊരിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരിക്കലും അതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കരുത്. അങ്ങനെ തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ടറിലൊക്കെ സ്ക്രാച്ച് വരും. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓയിൽ സീൽ ഇട്ടാൽ അതിൻ്റെ പുറത്തൂടെ അത് ഓയിൽ ലീക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും അത് ഊരിയെടുക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി എടുക്കാവുള്ളൂ. ഇതാണ് അതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ നല്ലപോലെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ഓയിൽ സീൽ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓയിൽ സീൽ. ഇതിപ്പോൾ 4 ഓയിൽ സീലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് 3 മാത്രം മതി. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ. 68 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 3 മാത്രം മതി. അപ്പോൾ ഇതിൽ ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ കിക്കർ ഷാഫ്റ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇത് ബാക്കി വരുന്നത് നമുക്ക് ഇതിൻ്റെ ആർച്ച് സൈഡ് കവറിൽ ഒരെണ്ണം അകത്തും അതേപോലെ തന്നെ ഒരെണ്ണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പുറത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡ് കവർ ഇനിയിപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കിക്കർ ഷാഫ്റ്റിൽ നമുക്ക് ഇതിൻ്റെ ഓയിൽ സീൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓയിൽ സീൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ ഓയിലേക്ക് വരത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആർച്ച് സൈഡ് കവർ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 2 ഓയിൽ സീൽ വരും. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത സോക്കറ്റ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലോക്കൊക്കെ ഇട്ട് അതിൻ്റെ നട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തിട്ട് ഉണ്ട്. അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആർച്ച് സൈഡ് കവറാണ്. സൈഡ് കവറിൽ നല്ലപോലെ അഴുക്കുണ്ട്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ഓയിൽ സീലും അതേപോലെ തന്നെ അതിൻ്റെ പുറത്തെ ഓയിൽ സീലും നമുക്ക് പുതിയതിടാം. അപ്പോൾ നമ്മളതിൻ്റെ ആർച്ച് സൈഡ് കവറിലെ ഓയിൽ സീൽ രണ്ടും മാറിയായിരുന്നു. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്ത സമയത്ത് ഇത് വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ആ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ രണ്ടാമത് നമുക്കത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓയിൽ സീൽ ഇളക്കിയെടുക്കണം. അപ്പോൾ ആ ഓയിൽ സീൽ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് വേസ്റ്റായി പോവും. അതുകൊണ്ട് അത് ഓയിൽ സീൽ മാറുന്നത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാം. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ ആർച്ച് പാക്കിംഗ് എല്ലാം വെച്ച് പാക്കിങ് നല്ലപോലെ സീറ്റാക്കിയിട്ട് നമ്മളിതിൻ്റെ കവർ വെച്ച് അടയ്ക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കിക്കർ ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ പോയാണ് അവിടുന്ന് ഓയിൽ ലീക്ക് ആയത്. പിന്നെ ഇങ്ങനെ ഓയിൽ ലീക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ വലിയ പാടാണ്. കാര്യം നമ്മൾ ചെയിനിൽ ലൂബ് ചെയ്ത് കൊടുക്കും, അതേപോലെ തന്നെ ചെയിനിൽ ഓയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതവിടെ വന്നിരിക്കുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ റണ്ണിങ് ടൈമിലാണ് അവിടെ ഓയിൽ പുറത്തേക്ക് ലീക്ക് ആവുന്നത്. അപ്പോൾ റണ്ണിങ് ടൈമിലായതുകൊണ്ട് തന്നെ ഇത് എയർ അടിച്ച് സ്പ്രെഡ് ആവാനും അതേപോലെ തന്നെ ചെയിനിലൊക്കെ പറ്റി പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ അഥവാ വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ പോലും ഒരു ഡ്രോപ്പായിട്ട് താഴെ വീണ് കാണാനൊക്കെ ആയിട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഓയിലിൻ്റെ ലെവൽ കുറയുന്നതനുസരിച്ച് നമ്മുടെ ഓയിൽ പമ്പിങ്ങിനും അതേപോലെ തന്നെ എഞ്ചിൻ ഓവർ ഹീറ്റാനായിട്ടൊക്കെ ചാൻസ് വരും. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇത് ഓയിൽ സീൽ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അഴുക്ക് അവിടെ കയറിയിരിക്കുന്നതുകൊണ്ടാണ്. ഈ മണ്ണും ചെളി അവിടെ ഇരുന്നിട്ട് നമ്മൾ കിക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ സീലിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിട്ട് അത് തേയ്മാനം വരികയും അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവിടെ ഓയിൽ ലീക്ക് വരുന്നത്. അപ്പോൾ നമ്മളിത് തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു വഴിയെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുക. വണ്ടി വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയ നല്ലപോലെ വാഷ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് ഒരു സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓയിൽ ലീക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ഇതേപോലെ തന്നെ ചെയിനിൽ അടിക്കുന്നതെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു 10 മിനിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഓയിൽ ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ലൂബ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.